നമുക്ക് മഴക്കാലമൊക്കെ അല്ലേ, നമുക്കൊരു രസമുണ്ടാക്കിയാലോ? തക്കാളി രസമല്ല, ചിക്കൻ കുരുമുളക് രസം. അപ്പോൾ ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ടീസ്പൂൺ സാദാ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മല്ലി മുഴുവനോടെയാണ് 2 ടീസ്പൂൺ, പിന്നെ ഒരു കാഞ്ഞ മുളകും. ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് 2 പച്ചമുളക് നെടുകെ കീറിയത് അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചേക്കുന്ന ആ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിനായി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുക്കാം. ചതച്ചിടുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ അതിലേക്ക് ഇറങ്ങും. ഉള്ളി ഒരുവിധം സോട്ടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ മസാല ആഡ് ചെയ്യാം. പൊടിച്ച് വെച്ചാണ് മസാല ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല അരോമയെല്ലാം വരുന്നുണ്ട്. ആ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ടൊമാറ്റോ അരച്ച് വെച്ചേക്കണം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ടൊമാറ്റോ ജ്യൂസ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി നമുക്കിതിൽ പാകത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. കുറച്ച് മല്ലിയിലയും ഇട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ചിക്കൻ രസം റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റി. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കല്ലേ. അത്ര റെസിപ്പിയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ. അപ്പം ഞാനൊരു ചോറും കൂട്ടി ഒരു പിടി പിടിക്കട്ടെ കേട്ടോ. ഓക്കെ ബൈ.